ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഇപ്പൊ മാർജിനലൈസേഷനെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദിവാസീസ് അല്ലെ. ആദിവാസീസിന്റെ കൾച്ചർ എങ്ങനെയാണ്, അവരുടെ ലാംഗ്വേജ് എങ്ങനെയാണ്, അവരുടെ റിലീജിയസ് ബിലീഫ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അവരെങ്ങനെയാണ് മാർജിനലൈസേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആദിവാസീസ് ആൻഡ് ഡെവലപ്മെന്റ്. Okay, Adivasis development. Okay, so forests were absolutely crucial to the development of all empires and settled civilizations in India. Metal ores like iron and copper and gold and silver, coal and diamonds, invaluable timber, most medicinal herbs and animal products. അതായത് animal products എന്ന് പറയുമ്പോൾ വാക്സ്, ലാക്ക്, ഹണി and animal themselves അല്ലെ, എലിഫന്റ്സ് ഒക്കെ ആണെങ്കിലും all came from the forest. ഇപ്പം ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് അല്ലെ. ഇഷ്ടം പോലെ അഡ്വാൻറ്റേജസ് ഉള്ള ഒരു സംഭവമാണ് ഫോറസ്റ്റ്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലേ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റൽ ഓർസ്, അതായത് അയേൺ, കോപ്പർ അല്ലെ, അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓറുകളാണ്. അതുപോലെ തന്നെ ഡയമണ്ട്സ്, കോള്, ടിമ്പർ അല്ലെ, എത്രത്തോളം മരങ്ങളുണ്ട് അല്ലെ, അത്രയും ടിമ്പർ ഈൽഡിങ് ആയിട്ടുള്ള ഫോറസ്റ്റുകൾ അല്ലെ, ഇൻവാല്യുബിൾ ആയിട്ടുള്ള ടിമ്പർ ഉണ്ട്. മോസ്റ്റ് മെഡിസിനൽ ഹെർബ്സ് അല്ലെ, അത്രയും മരുന്നുകൾ, ഇഷ്ടം പോലെ മെഡിസിനൽ ഹെർബ്സ്. എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഒരുപാട് ആദിവാസി ജനങ്ങൾക്ക് ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റിയിട്ടൊക്കെ ഉള്ള നോളജ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സ്റ്റേജിൽ ബ്രിട്ടീഷുകാരുടെ ഒരു കടന്നുകയറ്റത്തിന് ശേഷം അല്ലെ, അവർ ടിമ്പർ ടാർഗറ്റ് ചെയ്തു. അവർക്ക് റെയിൽവേസും അതുപോലെ തന്നെ ഷിപ്പൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടനിൽ ആവശ്യത്തിലധികം ടിമ്പർ ഇല്ലാത്ത സമയം വന്ന സമയത്ത് ബ്രിട്ടന്റെ കോളനി ആയിട്ടുള്ള ഇന്ത്യയിൽ വന്നിട്ട് അവരാണ് ഫോറസ്റ്റ് ആക്ട് ഒക്കെ കൊണ്ടുവന്നു അല്ലെ. അതിനുശേഷം എന്ത് ചെയ്തു, ആദിവാസികളോടും അതുപോലെ ഫോറസ്റ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കാട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ പാടില്ല അല്ലെ, കാടിനെ 3 ഡിവൈഡ് ചെയ്തു അല്ലെ, റിസർവ്ഡ് ഫോറസ്റ്റ് ആക്കി മാറ്റി. റിസർവ്ഡ് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ കുറെ സോൺസ് ആക്കിയിട്ട് മാറ്റി, കൺസർവേറ്റീവ് ഒക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് റിസർവേഷൻ ചെയ്തു വെച്ചു. അവിടുന്ന് ആദിവാസീസിനടുത്ത് അവിടെ എൻട്രി ഒക്കെ റെസ്ട്രിക്ട് ചെയ്തു. ആദിവാസികളുടെ അടുത്ത് അവിടുന്ന് ആ ജോലിയൊക്കെ മാറ്റിയിട്ട് അവരെ വേറെ ഇൻഡസ്ട്രീസിലേക്കും പിന്നെ പ്ലാന്റേഷൻസിലേക്കും അല്ലെ, കോഫി, ടീ പ്ലാന്റേഷൻസിലേക്കൊക്കെ മാറ്റി പാർപ്പിച്ചു. അപ്പൊ അവരുടെ ഒരു നോളജ് അല്ലെ, അവർ കാടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നതാണ്. അപ്പം കാട്ടിലെ ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളെ പറ്റിയിട്ടൊക്കെ അവർക്ക് നല്ല നോളജ് ഉണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ വന്ന് അല്ലെ, അവർക്ക് അവരുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്, അവർക്ക് കുറെ ഷിപ്പ് ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഷിപ്പ് ഉണ്ടാക്കുന്നത്, അവരുടെ പ്രൊഡക്റ്റ് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഇവിടുന്ന് ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഷിപ്പ് വേണം. അതുപോലെ തന്നെ വിത്തിൻ ദ കൺട്രി അല്ലെ, ഇന്ത്യന്റെ ഉള്ളിൽ തന്നെയാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് ഈ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിൽ പോകാനും ഡൽഹിയിൽ നിന്ന് ചെന്നൈയിൽ വരാനും ഒക്കെ അവർക്ക് എന്ത് വേണമായിരുന്നു, റെയിൽവേ ട്രാക്സ് വേണമായിരുന്നു. അപ്പൊ അതിനൊക്കെ ഏറ്റവും കൂടുതൽ ടിമ്പർ വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ഫോറസ്റ്റ് ടാർഗറ്റ് ചെയ്തു അല്ലെ. ഫോറസ്റ്റിൽ നിന്ന് ഒരുപാട് മരങ്ങൾ എടുത്തു, ഇഷ്ടം പോലെ മരങ്ങൾ മുറിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഈ ആദിവാസി അല്ലെങ്കിൽ ഫോറസ്റ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്തു, അവിടുന്ന് മാറ്റിയിട്ട് അവരെ ആ മേഖലയിൽ നിന്ന് മാറ്റി വേറെ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടായത്. സോ മോസ്റ്റ് മെഡിസിനൽ ഹെർബ്സ് ആൻഡ് ആനിമൽ പ്രോഡക്ട്സ് അല്ലെ, വാക്സ് ആയിക്കോട്ടെ, ഹണി അല്ലെ, കാട്ടുതേനൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ആനിമൽസ് ആയിട്ടുള്ള അതുപോലെ ആനിമൽസിനെയും, അത് ആനയൊക്കെ ആണെങ്കിലും എന്താണ്, ഇതൊക്കെ നമ്മളുടെ ഫോറസ്റ്റിലുള്ള കാര്യങ്ങളാണ്. In addition, the continuation of life depended heavily on forests that help recharge many of India's rivers and crucial to the availability and quality of our എയർ ആൻഡ് വാട്ടർ. അപ്പം ഒരുപാട് മരങ്ങളുണ്ട് ഫോറസ്റ്റില്. ഈ മരങ്ങൾ ഉള്ളത് കൊണ്ട് എന്താ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത്, നന്നായിട്ട് ഓക്സിജൻ അല്ലെ, എയറിന്റെ ഒക്കെ ഫ്രഷ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല തണല് തരും. അതുപോലെ തന്നെ പുഴയാണെങ്കിലും പുഴേന്റെ ഒക്കെ ഒരു എന്താ പറയാ, എല്ലാത്തിനെയും ഒരു നറിഷ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഫോറസ്റ്റ് ആയിരുന്നു. ആൻഡ് forests covered the major part of our country till the 19th century, and the Adivasis had a deep knowledge of access to as well as the control over most of these vast tracts, at least till the middle of the 19th century. അപ്പം മിഡിൽ ഓഫ് ദി 19th സെഞ്ചുറി 1850s ഒക്കെ വരെയും ആദിവാസീസിന് നല്ലൊരു നോളജ് ഉണ്ടായിരുന്നു. ഫോറസ്റ്റിനെ പറ്റി കറക്റ്റ് ആയിട്ട് അറിയായിരുന്നു അല്ലെ. ഫോറസ്റ്റിൽ ഏതൊക്കെ റിസോഴ്സസ് എവിടെയൊക്കെ ഉണ്ട്, ഏതൊക്കെ മെഡിസിനൽ യൂസ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്, എല്ലാം ഇവർക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്ന ഒരു ആൾക്കാരായിരുന്നു മിഡിൽ ഓഫ് ദി 19th സെഞ്ചുറി വരെ. ഓക്കെ,
This meant that they were not ruled by large states and empire. അപ്പം അവിടെ എന്താണ്, കാട്ടില് ജീവിക്കുന്ന ആൾക്കാരെ ആരും പോയിട്ട് റൂൾ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മുടെ കൺട്രിയിൽ ആരും ഉണ്ടായിരുന്നില്ല അല്ലെ. ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഏരിയ ആണത് അല്ലെ. അപ്പം അത് അവരവിടെ ജീവിക്കുക, അവർക്ക് വേറെ ആരുടെ ഒരു കമാൻഡിങ്ങോ കൺട്രോളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ instead, often empires heavily demanded on Adivasis for the crucial access to forest resources. പകരം ഈ എംപയേഴ്സ് ഒക്കെ അവരുടെ അടുത്താണ് ഈ ഹെൽപ്പിനും അല്ലെങ്കിൽ അതിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് അവർക്കായിരുന്നു ഇതിന്റെയൊക്കെ നോളജ് ഉണ്ടായിരുന്നത്. അപ്പം ആദിവാസീസിന്റെ ഇടയിലൊക്കെ അങ്ങോട്ട് പോയിട്ട് കാര്യങ്ങളും അന്വേഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. This is radically contrary to our image of Adivasis today as somewhat marginal and powerless communities. അപ്പം നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് ആദിവാസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കസ്റ്റംസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെയാണ്. പക്ഷേ അവർക്ക് ഒരുപാട് നോളജസ് ഉണ്ടായിരുന്നു അല്ലെ. ഈവൻ എംപയേഴ്സ് പോലും അവരുടെ കയ്യിൽ അവരുടെ നോളജിന് വേണ്ടിയിട്ടും അവരുടെ റിസോഴ്സ് നോളജിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇൻ ദ പ്രീ കൊളോണിയൽ വേൾഡ് they were traditionally ranged hunter-gatherers and nomads and lived by shifting agriculture and also cultivating in one place. അപ്പം അവര് ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു മെത്തേഡായിരുന്നു. ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യാ, ഒരു സ്ഥലത്ത് മാത്രം അല്ലെ, കൾട്ടിവേറ്റിംഗ് ഇൻ വൺ പ്ലേസ് അല്ലെ. ഒരു സ്ഥലത്തുള്ള മരങ്ങള് അത് മുറിച്ചിട്ട് എന്ത് ചെയ്യാ, അവിടെ മുറിച്ചിട്ട് അവിടെ എന്താ കൃഷി അവർക്കും ജീവിക്കണം, അവര് കൾട്ടിവേറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ കുറച്ച് ഏരിയയിലുള്ള മരങ്ങൾ മുറിച്ചിട്ട് അവിടെ തീയിട്ടിട്ട് അവിടുത്തെ ചാരം കൊണ്ട് ന്യൂട്രീഷ്യസ് ആക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുക, ഡിഫറെന്റ് ക്രോപ്സ് ഉണ്ടാക്കി എടുക്കുക, ഇങ്ങനെ കുറച്ചു കാലം ചെയ്യുക എന്നുള്ളതായിരുന്നു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ വഴി അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിന്റെ മുമ്പ് വരെയാണ് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാര് അവർക്ക് ഫോറസ്റ്റ് അല്ലെ, വുഡിന് വേണ്ടിയിട്ട്, ടിമ്പർ ഈൽഡിങ്ങിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിലേക്ക് വന്നതിന് ശേഷം ബ്രിട്ടീഷുകാർ നോക്കിയപ്പം ഇവരിങ്ങനെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. ഒരു ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, തീ ഇടുന്നുണ്ട് അല്ലെ. അഥവാ തീ എങ്ങാനും ആളിപ്പടർന്ന് ബാക്കിയുള്ള ഫോറസ്റ്റിനൊക്കെ മുഴുവൻ നശിപ്പിച്ചാലോ അവർക്ക് ടിമ്പർ കിട്ടുമോ? അല്ലെ. അവര് ടാർഗറ്റ് ചെയ്യുന്നത് ടിമ്പർ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ടിമ്പർ കുറഞ്ഞു പോകും. അഥവാ എന്താ ഫോറസ്റ്റ് ഫയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ തീയിടുന്ന സമയത്ത് ടിമ്പർ ഈൽഡിംഗ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെ ലീഗലി എന്ത് ചെയ്യാൻ തുടങ്ങി, ബാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ബ്രിട്ടീഷേഴ്സ് കൊളോണിയൽ പീരീഡില് ആദിവാസീസിന് ഒരുപാട് റൂളിംഗ് അല്ലെങ്കിൽ ഒരുപാട് റൂൾസ്, ഫോറസ്റ്റ് ആക്ട് ഒക്കെ കൊണ്ടുവന്നു. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് കൊണ്ടുവന്നു. ആ ഫോറസ്റ്റ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോണുകളായിട്ട് അല്ലെ റിസർവ്ഡ് ഫോറസ്റ്റ് ആക്കി മാറ്റും കുറച്ച് ഏരിയനെ. അപ്പം റിസർവ്ഡ് ഫോറസ്റ്റിൽ കയറിയിട്ട് ആദിവാസികാർക്ക് വിറകെടുക്കാൻ പാടില്ല, അവരുടെ ഫുഡ് അല്ലെ, അവര് കഴിക്കുന്ന ഭക്ഷണം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലെ, അതൊക്കെ ഫോറസ്റ്റ് നിന്നായിരുന്നു അവർ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതൊന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള റിസർവേഷൻ ആക്കി മാറ്റി. പിന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി അല്ലെ, അവർ ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ ഒക്കെ ചെയ്തിട്ട് മെല്ലെ മെല്ലെ നാടോടികളായിട്ട് അല്ലെങ്കിൽ ഇടയന്മാരായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അവരെന്ത് ചെയ്തു, നിർബന്ധിച്ച് ഇവരുടെ ഫാക്ടറീസിലായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ടീ പ്ലാന്റേഷൻസ് അങ്ങനെയൊക്കെ ആക്കിയിട്ട് മാറ്റി നിർബന്ധിച്ച് അവരെന്ത് ചെയ്യാണ്, വേറെ സ്ഥലങ്ങളിലേക്ക് പോവാൻ നിർബന്ധിക്കാണ്. പിന്നെ ഇവര് താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ റെന്റ് കൊണ്ടുവന്നു. അപ്പൊ റെന്റ് അടയ്ക്കാൻ പറ്റാതെ ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടി. അങ്ങനെ റെന്റ് അടയ്ക്കാൻ പറ്റാത്ത ആൾക്കാരെ കൊണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് അല്ലെ, ഫ്രീ ലേബർ ആയിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ട മരങ്ങൾ മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് അല്ലെ അങ്ങനെയൊക്കെ ചെയ്യിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഇവരുടെ ലൈഫില് കൊളോണിയൽ പീരീഡ് ഭയങ്കര വലിയ ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. Although these remain, for the past 200 years, Adivasis have been increasingly forced through economical changes, forest policies, and political force applied by the state and private industry to migrate to lives as workers in plantations, in construction sites, in industries, and as domestic workers. അതാണ് ഞാൻ പറഞ്ഞേ, ഇവരുടെ മുകളിലേക്ക് ഒരു അധികാരം വന്ന സമയത്ത് ഇവരിവിടെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അവരെ മാറ്റിയിട്ട് എങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോയി, പ്ലാന്റേഷനിലേക്ക്, കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക്, ഇൻഡസ്ട്രീസിലേക്ക്, ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഒക്കെ ആയിട്ട് ഇവരെ ഈ ആദിവാസീസിനെ എന്ത് ചെയ്തു, മാറ്റി ജോലി ചെയ്യിപ്പിച്ചു. For the first time in industry, they do not control or have much direct access to the forest territories. അപ്പം
ആ ഒരു സമയത്താണ് നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പം അല്ലെ, അവരാണ് ആദ്യമായിട്ടുള്ള മനുഷ്യന്മാരാണ് അല്ലെ, ആദിമ മനുഷ്യർ അല്ലെ. അപ്പം അവര് ലൈക്ക് ആദിവാസീസ് ആണ് അല്ലെ. സോ അവര് എന്താണ്, അവർക്കൊരു കൺട്രോൾ അല്ലെ, അവർക്ക് അവരുടെ ഒരു ആക്സസ്, ഫോറസ്റ്റിലേക്കുള്ള ഒരു ആക്സസ് ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് മാറുകയാണ് അല്ലെ. അവരെ നിർബന്ധിച്ച് വേറെ വേറെ ജോലികളിലേക്കൊക്കെ അല്ലെ, നാട്ടിലേക്ക് അല്ലെ, ഇൻഡസ്ട്രീസിലേക്ക്, പ്ലാന്റേഷനിലേക്കൊക്കെ മാറ്റി ജോലി ചെയ്യിപ്പിക്കണം. അപ്പൊ അവർക്ക് ഫോറസ്റ്റുമായിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട് അല്ലെ, അതങ്ങ് നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് പോവാണ്. Forest lands have been cleared for timber and to get land for agriculture and industry. അപ്പം കൊളോണിയൽ പീരീഡില് ഫോറസ്റ്റ് എന്തിനു വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്യണം, അവർക്ക് ഷിപ്സും റെയിൽവേസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിമ്പർ വേണമായിരുന്നു. ആ ടിമ്പറിന് വേണ്ടിയിട്ടാണ് അവർ ഫോറസ്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഫോറസ്റ്റ് വെറും ടിമ്പറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറും അവരുടെ ഇൻഡസ്ട്രി വലുതാക്കി എടുക്കുക എന്നുള്ള ഒരൊറ്റ ടാർഗറ്റ് ആയിപ്പോയി ഫോറസ്റ്റിന്. അതുപോലെ തന്നെ അവര് നാച്ചുറലി ഗ്രോ ചെയ്യുന്ന പ്ലാന്റിനെ ഒക്കെ മുറിച്ചു കളഞ്ഞു. ഓക്കെ, നാച്ചുറലി ഒരു സ്ഥലത്ത് ഒരു കുറെ സ്പീഷീസ് ഓഫ് ട്രീസ് വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ പുതിയൊരു ഇത് കൊണ്ടുവന്നു, നാച്ചുറലി ഗ്രോ ചെയ്യുന്ന എല്ലാം മുറിച്ചു കളഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെ, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒറ്റ ടൈപ്പ് സാധനം വെച്ചിട്ട് അവർക്ക് വേണ്ട സാധനം മാത്രം വെച്ച് പിടിപ്പിക്കും. അങ്ങനെ ഒരുപാട് ഇൻവെൻഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ മോശമായിട്ട് ബാധിക്കുന്നത് അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ആദിവാസീസിനാണ് അല്ലെ. ഓക്കെ, സോ ഫോറസ്റ്റ് ലാൻഡ്സ് have been cleared for timber and to get land for agriculture and industry. Adivasis have also lived in areas that are rich in minerals and other natural resources. These are taken over for mining and other large industrial projects. Powerful forces have often colluded to take over tribal land. Much of the time, the land is taken away forcefully and procedures are not followed. അപ്പം പലപ്പോഴും എന്താണ്, ഭൂമി പിടിച്ചടക്കാണ് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവരെന്ത് ചെയ്യാണ്, അവരെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. And according to official figures, more than 50% of persons displaced due to mines and mining projects are tribals. അപ്പം കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50% കൂടുതൽ ആൾക്കാർ ഈ മൈനിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ കാരണം ഏറ്റവും കൂടുതൽ സ്ഥലം മാറ്റപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആരാണ്, ഈ ട്രൈബൽസ് ആയിരുന്നു. Okay, another recent survey report by organizations working among Adivasis shows that 79% of the persons displaced from the states of Andhra Pradesh, Chhattisgarh, Odisha and Jharkhand are tribals. അതുപോലെ തന്നെ കണക്കുകൾ 79% അല്ലെ, എത്ര വലിയ എമൗണ്ട് ആണ് അല്ലെ. ഒരു സ്ഥലം ഉണ്ടെങ്കിൽ 100 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 79 ആൾക്കാർ, അത്രയും ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്തത് ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നൊക്കെ വർക്കിംഗ് among Adivasis shows that 79% of the person displaced from the states of Andhra Pradesh, Chhattisgarh, Odisha and Jharkhand are tribals. Huge tracts of their lands have also gone under the waters of hundreds of dams that have been built in independent India. അപ്പം പല തരത്തിലല്ലേ ഡാം ബിൽഡ് ചെയ്തിട്ടും പലതരത്തില് ആദിവാസീസിനുള്ള ആ ഒരു ലാൻഡ് അല്ലെ, അവരുടെ ലാൻഡിൽ നിന്നും അവര് പുറത്തേക്കാക്കപ്പെടുകയാണ്. In the northeast, their lands remain highly militarized. As per the data provided by the Wildlife Institute of India, India has 106 national parks covering 44,402.9 square kilometer and 573 wildlife sanctuaries covering 1,23,762.56 square kilometer. അപ്പം ഇന്ത്യയില് എന്താണ് കണക്ക് പ്രകാരം 106 നാഷണൽ പാർക്കുകളുമുണ്ട്, 573 വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഉണ്ട്. 106 നാഷണൽ പാർക്കുമുണ്ട്, 573 വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഉണ്ട്. These are areas where tribals originally lived but were evicted from. ഈ ഏരിയാസ് ഒക്കെ നമുക്ക് പറഞ്ഞാൽ ഇത്രയും വൈഡ് ഏരിയാസ് അല്ലെ, 1,23,762 അത്രയും വൈൽഡ് ഏരിയാസിലാണ് ഇപ്പം നാഷണൽ പാർക്കായിട്ടും സാങ്ച്വറീസ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഇതൊക്കെ നേരത്തെ ആര് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്, ആദിവാസീസ് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അപ്പം അവരുടെ സ്ഥലത്തു നിന്നും അവരെ മാറ്റിയിട്ടാണ് ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
Okay, these are areas where tribals originally lived, but they're evicted from. When they continue to stay in these forests, they are termed encroachers. അപ്പൊ അവരവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ എൻക്രോച്ചേഴ്സ് ആയിട്ടായിരുന്നു കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. Losing their lands and access to the forest means that tribals lose their main sources of livelihood and food. അപ്പം അവരുടെ ലാൻഡും അവരുടെ ആക്സസ് ഫോറസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ പോവാന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവരുടെ ഫുഡിന്റെ അല്ലെ അവരുടെ ഫുഡൊക്കെ അവരെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം അവരുടെ ലാൻഡ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ആ സ്ഥലത്തു നിന്നും ഒഴിവാക്കി അല്ലെ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഫുഡിന്റെ എല്ലാ മാർഗങ്ങളും അല്ലെ എല്ലാ ലൈവ്ലിഹുഡും അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഹാവിംഗ് ഗ്രാജുവലി ലോസ്റ്റ് access to their traditional homelands, many Adivasis has migrated to cities in search of work. അപ്പം അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഒരു ഹോംലാൻഡ് നഷ്ടപ്പെട്ടപ്പം അല്ലെ അവർക്ക് ജോലി ചെയ്യേണ്ട അവർക്ക് ഉള്ള സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പം അവരെന്ത് ചെയ്തു? കുറച്ച് ആൾക്കാര് ജോലി തേടി. ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഈ ഫോറസ്റ്റിലാണെങ്കിൽ അവർ ജസ്റ്റ് കൾട്ടിവേറ്റ് ചെയ്തല്ലേ അവർക്ക് വേണ്ട സാധനങ്ങള് അവരാരും ഗ്രസിൻ ചെയ്യാനൊന്നുമില്ല. അവർക്ക് വേണ്ട സാധനങ്ങള് അവരുണ്ടാക്കി അങ്ങനെ കഴിക്കുക അല്ലെ. അവിടെ വന്നിട്ട് പുറത്തുനിന്ന് എക്സ്റ്റേണൽ പവർ വന്നു കഴിഞ്ഞ ശേഷം അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയില്ലേ ജോലിക്ക്. പല ഡിഫറെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് സെർച്ചിന് വേണ്ടിയിട്ട് they are employed for very low wages. അല്ല അവർക്ക് വളരെ കുറഞ്ഞ പൈസക്ക് അവർക്ക് ലോക്കൽ ഇൻഡസ്ട്രീസിലും ബിൽഡിങ്ങും കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട് കൺസ്ട്രക്ടിങ് സൈറ്റിലൊക്കെ ആയിട്ട് അവർക്ക് വളരെ കുറഞ്ഞ രൂപയ്ക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ജോലി ചെയ്യേണ്ടി വന്നു. They thus get caught in a cycle of poverty and deprivation. അപ്പം കുറഞ്ഞ പൈസക്ക് ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്തുണ്ടാവും? പോവേർട്ടി ഉണ്ടായിരിക്കും അല്ലെ? യെസ്. So 45% of tribal groups in rural areas and 35% in urban areas live below the poverty line. അപ്പം ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് 45% ട്രൈബൽ ഏരിയാസ് റൂറൽ ഏരിയയിൽ താമസിക്കുന്ന 45% ട്രൈബലും അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ ജീവിക്കുന്ന 35% ട്രൈബൽസും എന്താണ് ബിലോ ദി പോവർട്ടി ലൈൻ ആണ് അല്ലെ. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് പോവർട്ടി ആണ്, അവർ അത്രയും ദരിദ്രരാണ്. അപ്പം ഇന്ത്യയില് 45% റൂറൽ ഏരിയാസിലുള്ള ട്രൈബൽസും 35% അർബൻ ഏരിയാസിലുള്ള ട്രൈബൽസും എന്താണ്? BPL ഉള്ളവരാണ്, ബിലോ പോവർട്ടി ലൈനിലാണ്. ദിസ് ലീഡ്സ് ടു ഡിപ്രിവേഷൻ ഇൻ അതർ ഏരിയാസ്. Many tribal children are malnourished. എന്താ മാൽനറിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, ആവശ്യത്തിന് പോഷക ഘടകങ്ങളൊന്നും കിട്ടുന്നില്ല. അത് കാരണം എന്താണ്? വേണ്ട ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല. അത് കാരണം മാൽനറിഷ്ഡ് ആയിപ്പോയി. ലിറ്ററസി റേറ്റ്സ് എമംഗ് ട്രൈബൽസ് ആർ ഓൾസോ വെരി ലോ. അപ്പൊ അവർക്ക് വേണ്ട എഡ്യൂക്കേഷനും ഇല്ല അല്ലെ. ട്രൈബൽസ് എന്ന് പറയുമ്പം ആ ഒരു വേണ്ടത്ര എഡ്യൂക്കേഷനും കിട്ടുന്നില്ല. അപ്പൊ അവരുടെ ലിറ്ററസി റേറ്റും എന്താണ്? കുറവാണ്. So when Adivasis are displaced from their lands, they lose much more than a source of income. അപ്പം ആദിവാസീസിന് അവരുടെ സ്ഥലം പോയ സമയത്ത് അവർക്ക് അവരുടെ ഇൻകം പോയിന്ന് മാത്രമല്ല അല്ലെ, അവർക്ക് വേണ്ട ഫുഡ് കിട്ടുന്നില്ല, അവർക്ക് കാര്യമായ ഷെൽട്ടർ കിട്ടുന്നില്ല, അവർക്ക് കാര്യമായിട്ടുള്ള വേജ് കിട്ടുന്നില്ല, അവരുടെ മക്കളൊക്കെ മാൽനറിഷ്ഡ് ആയി പോവുകയാണ്, അവരുടെ ലിറ്ററസി റേറ്റ് കുറയാണ് അല്ലെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അല്ലെ. നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും നിങ്ങളെ നിർബന്ധിച്ച് നിങ്ങൾ അവിടെ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പുറത്തേക്ക് ആക്കുന്ന സമയത്ത് അല്ലെ, പുറത്തുനിന്ന് ഒരു പവർ വന്നിട്ട് നിങ്ങളെ പുറത്തേക്ക് ആക്കുന്ന സമയത്ത് നമുക്ക് എന്തോരം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അല്ലെ. സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ. അവർ വീണ്ടും വീണ്ടും എന്താണ്? പോവർട്ടിയിലേക്ക് ആയി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. They lose their traditions and customs അല്ലെ. അവര് എ വേ ഓഫ് ലിവിങ് ആൻഡ് ബീയിങ് അല്ലെ. അവര് ഫോറസ്റ്റുമായിട്ട് ചേർന്ന് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അവിടെ പുറത്തുനിന്ന് ആൾക്കാർ വന്നതിന് ശേഷം അവരുടെ ഒരു സിസ്റ്റം അല്ലെ, അവരുടെ ഒരു കസ്റ്റം അല്ലെങ്കിൽ അവര് ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. എല്ലാം നഷ്ടപ്പെട്ടു അല്ലെ. They lost their tradition, അവരുടെ ട്രഡീഷൻ അല്ലെ, അവർ പാരമ്പര്യമായിട്ട് കൊണ്ടുവന്ന ട്രഡീഷൻസും കസ്റ്റംസും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. They took our farming land, they left some houses, they took the
cremation ground, temple, well and pond, how will we survive? ഇപ്പം അത് ഒരാളുടെ ഒരു കോട്ടാണ്, അവരെല്ലാം നഷ്ടപ്പെട്ട ഒരാൾ പറയുന്നതാണ്, എല്ലാം അവരെടുത്തു അല്ലെ, അവരുടെ ലാൻഡും എല്ലാ സംഭവങ്ങളും എല്ലാം അവരെടുത്തു അല്ലെ. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പർ ഈൽഡിങ് അല്ലെ, അവർക്ക് ഷിപ്പ് കൺസ്ട്രക്ട് ചെയ്യാനും റെയിൽവേ വർക്കിനും വേണ്ടിയിട്ടാണ് അവർ മരങ്ങൾ അന്വേഷിച്ച് ഇന്ത്യയിലെ കാടുകളിലേക്ക് ബ്രിട്ടീഷുകാർ വരുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പുതിയ ഫോറസ്റ്റ് ആക്ടും ലീഗലൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സേസ് ഗോവിന്ദമാരൻ എന്ന് പറയുന്ന ഒരാൾ പറയുന്നതാണ്, ഹു വാസ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂ ടു എ റിഫൈനറി പ്രോജക്ട് ഇൻ ഒഡീഷ. ഒഡീഷയിലുള്ള ഒരു റിഫൈനറി പ്രോജക്ട് കാരണം ഡിസ്പ്ലേസ് ആയി പോകുന്ന ഒരാള്. അദ്ദേഹം പറഞ്ഞതാണ് എല്ലാം അവരെടുത്തു അല്ലെ, അവരുടെ കൃഷിസ്ഥലം ഫാമിംഗ് ലാൻഡ് എടുത്തു. ദേ ലെഫ്റ്റ് സം ഹൗസസ്, ദേ ടുക്ക് ദ ക്രമേഷൻ ഗ്രൗണ്ട്, ടെമ്പിൾ, വെൽ, പോണ്ട്. അപ്പൊ ഇതെല്ലാം പോയില്ലേ. ഒരാള് നിങ്ങളുടെ വീട് ആലോചിച്ചാൽ മതി. നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളെ വീടും പരിസരമൊക്കെ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. There exists an interconnectedness between the economic and social dimensions of tribal life. Destruction in one sphere naturally impacts the other. Often this process of dispossession and displacement can be painful and violent. Adivasis use around ആദിവാസീസിന്റെ ഒരു നോളജ് ആണ് കേട്ടോ, അവരുടെ ഒരു ഡാറ്റയാണ് നമ്മളിപ്പോ പറയുന്നത്, അവർക്ക് എത്രത്തോളം നോളജസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ആദിവാസീസ് യൂസ് അറൌണ്ട് 10,000 പ്ലാന്റ് സ്പീഷീസ്. അവര് 10,000 പ്ലാന്റ് സ്പീഷീസിന് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ്ലി 8,000 സ്പീഷീസ് ആർ യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസ്. അപ്പം 10,000-ഓളം മരങ്ങളെ പ്ലാന്റുകളെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 8,000-ഓളം ഔഷധ മരുന്നുകൾ അല്ലെ, അവർക്ക് ഒരുപാട് നോളജ് ഉണ്ടായിരുന്നു. 8,000 എന്തിനു വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഔഷധം അല്ലെ, മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. 325 ആർ യൂസ്ഡ് ആസ് പെസ്റ്റിസൈഡ്സ് അല്ലെ. പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെസ്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ, കുറെ പ്രാണികളൊക്കെ ഉണ്ടാവും. അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ആയിട്ട് 325 പ്ലാന്റുകളെ അവർ യൂസ് ചെയ്തിട്ടു. 425 എണ്ണം ഗമ്മായിട്ട് യൂസ് ചെയ്തു. റെസിൻസും ഡൈസ് ഒക്കെ ആയിട്ട് 425 എണ്ണം യൂസ് ചെയ്തു. 550 ആസ് ഫൈബേഴ്സ് അല്ലെ, അവര് ഫൈബേഴ്സ് ആയിട്ട് അല്ലെ, ഫൈബേഴ്സ് ആയിട്ട് യൂസ് ചെയ്തത് എത്ര എണ്ണമാണ്? 550 ഫൈബേഴ്സ്. ആൻഡ് 3,500 ആസ് എഡിബിൾ, അവർക്ക് കഴിക്കാൻ പാകത്തിന് അല്ലെ, അവര് ഭക്ഷണമായിട്ട് 3,500 തരം പ്ലാന്റ്സിനെ അവര് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു നോളജ് അല്ലെ, ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റുമായിട്ടുള്ള അവരുടെ ഒരു നോളജ് ആണ് ഇത് കാണിക്കുന്നത് അല്ലെ. So Adivasis use around 10,000 plant species. Approximately 8,000 species are used for medicinal purpose. 325 are used as pesticides. 425 as gums, resins and dyes. 550 as fibers. 3,500 as edible. Okay, this entire knowledge system gets wiped out when Adivasis lose their rights over the forest lands. അപ്പം ഇത്രയും പ്ലാന്റ്സിനെ പറ്റിയിട്ട് ഇത്രയും വലിയ നമ്പർ ആണല്ലേ. നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള പ്ലാന്റ്സ് ഒക്കെ ചിലപ്പോൾ കൗണ്ട് ചെയ്താൽ ഒരു 1000-ന് താഴെ നിൽക്കുള്ളൂ. അപ്പം ഇവർക്ക് ഇത്രയും നോളജ് ഉണ്ടായിരുന്നു. അവര് കഴിക്കുന്ന പ്ലാന്റുകൾ തന്നെ എന്താണ് 3,500 ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും നോളജ് അവർക്ക് ഉണ്ടായിരുന്നു. അവരുടെ സ്ഥലം ഡിസ്പ്ലേസ് ആയിട്ട് അല്ലെ, കാടൊക്കെ മാറ്റിയിട്ട് അവരുടെ സ്ഥലമൊക്കെ മാറ്റിയ സമയത്ത് അവർ ഇത്രയും ഒരു നോളജാണ് അവർക്ക് ശരിക്കും എന്തായി പോയിട്ടുള്ളത്, നഷ്ടപ്പെട്ട് പോയിട്ടുള്ളത്. അപ്പം അത്രയും നോളജ് നമുക്കും എന്താവാണ്, നമുക്കത് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്നുമില്ല അല്ലെ, നെക്സ്റ്റ് ഒരു ജനറേഷൻ അത് നോളജ് കിട്ടുന്നുമില്ല. അപ്പം ഒരുപാട് നോളജ് നമുക്ക് ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്തത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. എന്താണ് ആദിവാസീസ്, എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു, എന്തായിരുന്നു അവരുടെ നോളജ്, എങ്ങനെയാണ് അവർക്ക് അവരുടെ സ്ഥലം അല്ലെ, അവരെങ്ങനെയാണ് മാർജിനലൈസേഷൻ അല്ലെങ്കിൽ പോവേർട്ടി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എങ്ങനെയാണ് ലീഡ് ചെയ്യപ്പെട്ടത് അല്ലെ. ബ്രിട്ടീഷുകാർ കൊളോണിയൽ പീരീഡിലായിരുന്നു കൂടുതലായിട്ടും അല്ലെ. അവരവരുടെ മൊത്തം സ്ഥലങ്ങളും പോയി, അതിനനുസരിച്ച് അവരുടെ മക്കള് വീണ്ടും അവരുടെ ഭൂമി പോയതിനു ശേഷം അവർ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക്, ഇൻഡസ്ട്രീസിലേക്ക് അല്ലെ, പ്ലാന്റേഷൻസിലേക്കൊക്കെ അവർ കുറഞ്ഞ കൂലിക്ക് ജോലിക്ക് വേണ്ടി പോയി. അവരുടെ മക്കളൊക്കെ മാൽനറിഷ്ഡ് ആയി പോയി. ഇല്ലിറ്ററേറ്റ് അല്ലെ, ലിറ്ററസി റേറ്റ് ഒക്കെ നന്നായിട്ട് കുറയാൻ തുടങ്ങി. ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെ. സ്ഥലം നഷ്ടപ്പെടുമ്പോൾ, എല്ലാം നഷ്ടപ്പെടുമ്പം അവരുടെ നോളജ് അല്ലെ, മെഡിസിൻസിനെ പറ്റിയിട്ടുള്ള നോളജ് എല്ലാം എന്തായിപ്പോയി, ഇല്ലാണ്ടായിപ്പോയി. അപ്പം അതാണ് മാർജിനലൈസേഷന്റെ ഒരു ഭീകരമായിട്ടുള്ള ഒരു മുഖമാണ്
നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു കമ്മ്യൂണിറ്റീനെ പറ്റി കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. മാർജിനലൈസേഷന്റെ രണ്ട് കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ടായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. അതിനകത്ത് ആദിവാസീസ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് മുസ്ലിം കമ്മ്യൂണിറ്റീനെ പറ്റി കൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്